നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ. ഹലോ തമ്പി സാറേ, പറ. ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? പിന്നെ വിളിക്കാതെ. ഇന്നല്ലേ ഘോരയെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞത്. ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാന്നറിയോ? പറ, ഞാൻ എവിടെയാ വരേണ്ടത്? അയ്യോ സാറേ, സാറിപ്പോ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ വന്നാലും ഘോരയെ കാണാൻ പറ്റില്ല. അതെന്താ? അയാളെ കാണാനല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. എന്നിട്ടിപ്പോ കാണാൻ പറ്റില്ലെന്നോ? സാറ് ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. ഘോരയെ സാറിന് നേരിട്ട് കണക്ട് ചെയ്ത് തരാമെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ പെട്ടെന്നായിരുന്നു ഘോര യാഗം തുടങ്ങണമെന്ന് പറഞ്ഞത്. കൊടുങ്കാട്ടിനുള്ളിൽ 90 ദിവസം നീളുന്ന യാഗമാണ്. എന്നുവെച്ചാ ഇനി ഘോരയെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഞാൻ ഇത്രയും ദിവസം കാത്തിരിക്കണമെന്നാണോ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല വിക്രമ. തന്റെ വാക്ക് വിശ്വസിച്ച ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് സമയമായപ്പോ താൻ ഇങ്ങനെ ഓരോ ഒഴിവൊഴികൾ പറഞ്ഞാലെങ്ങനെയാ? തന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ അത് പറ, അല്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കണം. സാറ് പിണങ്ങല്ലേ? ഈ വിക്രമൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് കടുകിട പോലും മാറില്ലെന്ന് സാറിന് അറിയാമല്ലോ. സാറിന്റെ കാര്യം ഞാൻ വിശദമായി തന്നെ ഘോരയോട് സംസാരിച്ചിട്ടുണ്ട്. യാഗം അവസാനിക്കുന്ന 91-ാം നാൾ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വരുമെന്ന് ഘോര ഉറപ്പു തന്നിരിക്കുക. എനിക്കിതൊക്കെ വിശ്വസിക്കാമോ വിക്രമ? സാറേ, സാറിന് ഈ വിക്രമന് വിശ്വാസമില്ലേ? ഞാനൊരു കാര്യം ഏറ്റതാണെന്ന് സാറിനറിയാമല്ലോ. അപ്പൊ എനിക്കിന്ന് ഘോരയെ കാണാൻ പറ്റില്ലെന്നാണോ താൻ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ സാറേ, ഘോര ഉൾക്കാട്ടിലെ സങ്കേതത്തില് യാഗം കഴിയുന്നവരെ ആരെയും കാണാൻ അനുവദിക്കില്ല. സാറിന്ന് ഗസ്റ്റ് ഹൗസിൽ കാണുമല്ലോ. ഞാൻ ഒന്ന് നേരി കാണാം. അപ്പൊ സാറിന് എല്ലാം മനസ്സിലാവും. താൻ വാ. കാര്യങ്ങൾക്കൊരു തീരുമാനമായിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ശരി. അമ്മേ ദേവി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അല്ല, ഒന്ന് ആലോചിച്ചാൽ അയക്കത് വേണ്ടത് തന്നെയാ. അത്രയ്ക്കല്ലായിരുന്നു അഹങ്കാരം. ആരുടെ കാര്യമാണെന്നോ? ഇവിടെ വന്ന് മോളുടെ മുന്നിൽ തോന്നിയാസം കാണിച്ച ആ ആഭാസനില്ലേ, അവന്റെ കാര്യം തന്നെയാ. ആ ഗഗനില്ലേ, അവന് കിട്ടേണ്ടത് തന്നെ കിട്ടി. ഇനി എന്താ ഇതിൽ കൂടുതൽ പറ്റാൻ? സൗപർണികയുടെ താഴേക്കടവിൽ പതിവില്ലാത്ത ഒരാൾക്കൂട്ടം. ചെന്ന് നോക്കുമ്പോ അവിടെ നമ്മുടെ ഈ വിദ്വാൻ ബോധം കെട്ട് കിടക്കുക. എന്താ പറ്റിയെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. പുഴക്കടവിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോ എന്തോ കണ്ടു ഭയന്ന അത്രേ. എന്നിട്ടെന്താ, സിൽബന്ദികൾ ചെന്ന് വിളിച്ചുണർത്തിയപ്പോ അവിടെ കിടന്ന് പിച്ചുമ്പയും പറയുക. കാര്യമായിട്ടെന്തോ പേടി തട്ടിയ തന്നെ ആവും. ഏതായാലും കൂടെയുള്ളവർ ആളെ ദേവീ സന്നിധിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാ മൂകാംബിക അമ്മ തീരുമാനിക്കും. വിദ്യാമ്മ കൂടെയുള്ളപ്പോ അയാള് വീണ്ടും ശല്യം ചെയ്തെന്നോ? എങ്കിൽ സംശയം വേണ്ട, ഇത് ദേവി അവന് കൊടുത്ത ശിക്ഷ തന്നെയാ. ഇന്നത്തോടെ അവന്റെ അഹന്തയും അഹമ്മതിയൊക്കെ തീർന്നോളും. ദേവീ കടാക്ഷം ഉള്ളവരോട് കളിക്കാൻ ചെന്നാൽ അമ്മ അത് പൊറുക്കില്ല. അവന് ഇതൊരു പാഠമായിരിക്കും. അമ്മേ ദേവി.